CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ ലോഡ്ജിൽ മുറി നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരനെ സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈപ്പാസ് റോഡിലെ ലോഡ്ജിലാണ് സംഭവം. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഒളിവിലാണ്. സർക്കാർ തനതു വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച കൈവരിച്ചതായി മന്ത്രി MP രാജേഷ്. തളവറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തളവറയെ അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായും പ്രഖ്യാപിച്ചു. മുനമ്പം വഖഫ് സ്വത്ത് വഖഫ് ഭൂമിയായി നിലനിൽക്കില്ല എന്ന ഹൈക്കോടതി നിരീക്ഷണം മുൻവിധിയോടെയുള്ളതാണ് എന്ന് PDP വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ. ഫാറൂഖ് കോളേജിനായി വഖഫ് ചെയ്ത ഭൂമി അന്യാധീനപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒഴിയാനാകില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ചെത്തല്ലൂർ മുറിയൻ കണ്ണിപ്പാലത്തിലെ തെരുവിളക്കുകൾ രാപ്പകൽ ഭേദമന്യേ കത്തിക്കൊണ്ടിരിക്കുന്നത് വൻ വൈദ്യുതി നഷ്ടത്തിന് കാരണമാകുന്നു. പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള 5-ലധികം തൂണുകളിലെ ബൾബുകളാണ് തുടർച്ചയായി കത്തുന്നത്. സ്വകാര്യ ലോഡ്ജിൽ മുറി നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരനെ സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈപ്പാസ് റോഡിലെ ലോഡ്ജിലാണ് സംഭവം. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഒളിവിലാണ്. ലോകം മൊത്തം ഇത് കണ്ടില്ലേ? കക്കൂത്ത് കിഴക്കേക്കര സ്വദേശി മുഹമ്മദ് ജംഷീർ, അങ്ങാടിപ്പുറം പുതുക്കുടി സ്വദേശി അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലെ ലോഡ്ജിലാണ് സംഭവം. ലോഡ്ജ് ജീവനക്കാരനായ അസം സ്വദേശി അനറുൽ ഇസ്ലാം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ SI മാരായ ശ്രീനിവാസൻ, മുഹമ്മദ് ഷുഹൈബ്, പോലീസ് ഉദ്യോഗസ്ഥരായ ജിതിൻ, കൃഷ്ണപ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCN പെരിന്തൽമണ്ണ. സർക്കാർ തനതു വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച കൈവരിച്ചതായി മന്ത്രി MP രാജേഷ്. തളവറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തളവറയെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും പ്രഖ്യാപിച്ചു. 41,000 കോടി, 18,000 കോടി റോഡ് നോൺ റോഡ് മെയിൻ്റനൻസ് മെയിൻ്റനൻസ് ഗ്രാന്റ്, റോഡ് മെയിൻ്റനൻസും നോൺ റോഡ് മെയിൻ്റനൻസും 18,000 കോടി, 11,000 കോടി കൊടുത്തത് ജനറൽ പർപ്പസ് ഫണ്ടായിട്ടാണ്. 70,000 കോടിയാണ് 5 കൊല്ലത്തിനിടയിൽ കൊടുത്തത്. ഈ ഞെരുക്കത്തിനെല്ലാം ഇടയിൽ അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം ലൈഫ് പോലെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ ആകെ സ്പർശിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്തിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ 10 കൊല്ലമായി തുടർച്ചയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അതിന് സമാനമായ മറ്റൊരു ഭവന പദ്ധതിയില്ല എന്ന് നമ്മൾ ഓർക്കണം. 4,64,304 വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു. 4,64,304 വീടുകളുടെ പണി, 1,33,595 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ ഘട്ടങ്ങളിൽ. ചിലത് തറയിട്ടു, ചിലത് ചുമരായി, ചിലത് ലിൻഡലായി, ചിലത് റൂഫ് ലെവലിലെത്തി. ആ നിലയിൽ 1,33,595 വീടുകളുടെ നിർമ്മാണം രണ്ടും കൂടി ചേർത്താൽ ഏതാണ്ട് 5,98,000 വീടുകൾക്ക് ധനസഹായം നൽകി. നിസ്സംശയം ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ പറയാൻ കഴിയും, ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും 5.25 ലക്ഷം വീടുകളുടെ പണി പൂർത്തിയായിരിക്കും എന്ന് പറയാൻ പറ്റും. സർക്കാർ 5 വർഷം പൂർത്തീകരിക്കുന്നതിന് മുൻപ് ലൈഫ് പദ്ധതിയിൽ 5.25 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തളവറയെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി P മമ്മിക്കുട്ടി MLA പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K നസീമ, C അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P മുഹമ്മദ് ജാബിർ, N മനോജ്, പ്രഭാവതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P K അനിൽകുമാർ,
UP രാധിക, P സുനന്ദ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ K ഗോപിനാഥൻ, സെക്രട്ടറി KA കാഞ്ചന എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യ പട്ടികയിലുണ്ടായിരുന്ന 70 കുടുംബങ്ങളെയും മോചിപ്പിച്ചാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. ഇതിനായി 70 ഗുണഭോക്താക്കൾക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കി. വീടില്ലാത്ത 4 കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് സുരക്ഷിത ഭവനം നിർമ്മിച്ചു നൽകി. 6 കുടുംബങ്ങളുടെ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. ചെത്തലൂർ മുറിയൻകണ്ണി പാലത്തിലെ തെരുവിളക്കുകൾ രാപ്പകൽ ഭേദമന്യേ കത്തിക്കൊണ്ടിരിക്കുന്നത് വൻ വൈദ്യുതി നഷ്ടത്തിന് കാരണമാകുന്നു. പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള 5-ലധികം തൂണുകളിലെ ബൾബുകളാണ് തുടർച്ചയായി കത്തുന്നത്. വൈകുന്നേരങ്ങളിൽ പാലത്തിലേക്ക് എത്തുന്നവർക്ക് ഈ വിളക്കുകൾ ഉപകാരപ്രദമാണെങ്കിലും നിയന്ത്രണ സംവിധാനം താറുമാറായതാണ് വിളക്കുകൾ പകലും കത്താൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു മുൻപും പാലത്തിലെ തെരുവിളക്കുകൾ കേടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനകീയ പരാതിയെ തുടർന്നാണ് അപ്പോഴെല്ലാം തകരാറുകൾ പരിഹരിച്ചത്. നിലവിൽ പകലും വിളക്കുകൾ കത്തുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിനാൽ നിയന്ത്രണ സംവിധാനം ഉടൻ നന്നാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചെത്തല്ലൂർ. മുനമ്പം വഖഫ് സ്വത്ത് വഖഫ് ഭൂമിയായി നിലനിൽക്കില്ല എന്ന ഹൈക്കോടതി നിരീക്ഷണം മുൻവിധിയോടെയുള്ളതാണ് എന്ന് PDP വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ. ഫാറൂഖ് കോളേജിനായി വഖഫ് ചെയ്ത ഭൂമി അന്യാധീനപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒഴിയാനാകില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത് സംഭവിച്ചത് ഹൈക്കോടതിയുടെ ഒരു മുൻവിധിയോടെയുള്ള ഇപ്പോഴത്തെ ഈ വിധി വളരെ ഭയാനകമായ ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്നാണ് PDPക്ക് പറയാനുള്ളത്. കോടതി ഒരു മുൻവിധിയോടുകൂടിയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഫറൂഖ് കോളേജ് കൈകാര്യം ചെയ്തിരുന്നത് കാലമത്രയും. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സംവിധാനങ്ങളൊക്കെ. കാലങ്ങളായി ഫറൂഖ് കോളേജിന്റെ ഭരണ സംവിധാനം കൈയാളിയിരുന്നവർ ഓരോ സമയങ്ങളിൽ അവരുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും വ്യക്തി താല്പര്യത്തിനുമൊക്കെയായി ഈ വിഷയത്തെ ചെറിയ പൈസക്ക് വിറ്റ് ഈ സ്വത്തൊക്കെ വിറ്റ് കൊണ്ടുപോയതിനെ കുറിച്ച് ഈ കൊള്ളയടിക്കൽ സംഘത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം കൂട്ടുനിന്നതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ വഖഫ് വിഷയം ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടത്. ബാബറി മസ്ജിദ് ധ്വംസനത്തിൽ കോൺഗ്രസിന്റെ പങ്കുപോലെ മുനമ്പത്തെ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടതിൽ മുസ്ലിം ലീഗിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് മുഹമ്മദ് ബിലാൽ ആരോപിച്ചു. ഒരു ഭാഗത്ത് സമുദായ സംരക്ഷകർ എന്ന് പ്രഖ്യാപിക്കുകയും മറുഭാഗത്ത് സമുദായത്തെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനമായി ലീഗ് മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു. സമുദായ സംഘടനകളിൽ ഭിന്നിപ്പും രാഷ്ട്രീയ ചേരിപ്പോരും സൃഷ്ടിക്കാനുള്ള ലീഗിന്റെ ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും മുഹമ്മദ് ബിലാൽ ആവശ്യപ്പെട്ടു. ഈ മലബാറിന്റെ പിന്നോക്കാവസ്ഥയും പ്രശ്നങ്ങളും പരിഹരിക്കത്തക്കവണ്ണമുള്ള ഒരു ക്രിയാത്മകമായ പദ്ധതിക്ക് ലീഗ് മുൻകൈ എടുത്തിട്ടില്ല എന്ന് തെളിവുകൾ സഹിതം നമുക്ക് പറയാൻ പറ്റും. എന്നിട്ടിപ്പോ ലീഗിന്റെ നേതാക്കന്മാർ പറയാണ് 9.5 കൊല്ലം ഞങ്ങൾക്കങ്ങ് നഷ്ടപ്പെട്ടു, ഞങ്ങളങ്ങ് തിരിച്ചു പിടിക്കാൻ ഭരണം ഞങ്ങൾക്ക് തരണമെന്നാണ്. എന്തേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പത്തനംതിട്ട ജില്ലയിൽ 2000 പേർക്ക് ഒരു ജനസംഖ്യ അനുവദിച്ച് 2000 പേർക്ക് ഒരു താലൂക്ക് ഓഫീസ് നിലനിൽക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ല. ഇത്രയും പോപ്പുലേഷനുള്ള മലപ്പുറത്തിന്റെ മണ്ണിൽ വിരലിൽ എണ്ണാവുന്ന ജനസംഖ്യാനുപാതികമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക ഒരു താലൂക്ക് പോലും രൂപീകരിക്കാൻ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലം കേരളം സംസ്ഥാനത്ത് ഭരണം കയ്യിലിരുന്ന ലീഗിന് കഴിഞ്ഞിട്ടില്ല. PDPയുടെ ഉത്തരമേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുന്നേറ്റ സമ്പർക്ക യാത്ര ഒക്ടോബർ 5-ന് കാസർഗോഡ് നിന്നും തുടങ്ങി. യാത്രയുടെ ഭാഗമായി 3 ദിവസം ജില്ലയിൽ പര്യടനം നടത്തി. യാത്ര ഒക്ടോബർ 13-ന് തിരൂരിൽ വെച്ച് നടക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയോടും സമ്മേളനത്തോടും കൂടി സമാപിക്കും. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ PDP ഒറ്റയ്ക്കും സഹകരിക്കാൻ കഴിയുന്ന മുന്നണികൾ, പാർട്ടികൾ, പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവരോട് ചേർന്നും പരമാവധി വാർഡുകളിൽ മത്സരിക്കാൻ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം തിരൂരങ്ങാടി, സക്കീർ പരപ്പരങ്ങാടി, ഹുസൈൻ കാടാമ്പുഴ, ഷാഹിർ മൊറയൂർ, നിസാം കാളമ്പാടി എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ബാങ്കിലെ ജൂനിയർ ക്ലർക്ക് KB ശ്രീവത്സനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു.
കുറ്റകരമായ വിശ്വാസവഞ്ചന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാങ്ക് അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വേട്ടേക്കര വലിയ കല്ലിങ്ങൽ സ്വദേശിയായ ശങ്കരനാരായണൻ 2025 ഏപ്രിൽ മാസത്തിൽ ബാങ്കിൽ 36.5 ഗ്രാം സ്വർണം പണയം വെച്ച് 1,60,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ 2025 സെപ്റ്റംബർ 29 വായ്പ തിരിച്ചടച്ച് സ്വർണം തിരികെ എടുക്കാൻ ശങ്കരനാരായണനും ബന്ധുവും ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്ലർക്ക് ലോക്കർ പരിശോധിച്ചെങ്കിലും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും നടത്തിയ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ജൂലൈ 14 മാനേജറുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ജൂനിയർ ക്ലർക്കായ KB ശ്രീവത്സൻ സേഫ് റൂമിൽ നിന്നും അനധികൃതമായി ഒരു പാക്കറ്റ് കൈക്കലാക്കി തിരികെ വരുന്നത് നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീവത്സനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകി. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാങ്കിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം നടപടികൾ ബാങ്ക് ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നതിനും തെറ്റ് ചെയ്തവർക്ക് കർശനമായ ശിക്ഷ വാങ്ങി നൽകുന്നതിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്നും ഭരണസമിതി ഉറപ്പു നൽകുകയാണ്. കഴിഞ്ഞ 80 വർഷമായി കടമ്പഴിപ്പുറം പ്രദേശത്ത് ജനങ്ങളുടെ ആശ്വാസ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സഹകരണ ബാങ്കിനെ തകർക്കാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തോട് ജനങ്ങൾ നാളിതുവരെ ഊട്ടിയുറപ്പിച്ച വിശ്വാസം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സഹകരിക്കണമെന്നും ഭരണസമിതിക്ക് വേണ്ടി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. CCN കടമ്പഴിപ്പുറം. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ താന്നിക്കുന്ന് വാർഡിലെ വെൺമരപ്പറമ്പ് മലയിൽ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമുക്ക് ഫണ്ട് വയ്ക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ്. തദ്ദേശ റോഡ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്, പൂക്കോട്ടുകാവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ജയശ്രീയാണ്. പല കാരണങ്ങളാൽ പഞ്ചായത്തിന്റെ മുഴുവൻ റോഡും ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്ത് ഫണ്ട് കൊണ്ട് കഴിയാത്ത സ്ഥിതിയാണ്. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ ആകെ റോഡിന്റെ നീളെടുത്താൽ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരം പഞ്ചായത്തിലുണ്ടാവും. ചിലപ്പോൾ എറണാകുളം, ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തും. ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡിലെയും പഞ്ചായത്ത് റോഡിന്റെ നീളം എടുത്താൽ ചിലപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എത്താവുന്ന ദൂരം ഉണ്ടാവും. അത്രയും ദൂരം മെയിൻറ്റെയിൻ ചെയ്യാൻ പഞ്ചായത്തിനാവില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ മണ്ഡലത്തിലേക്ക് 6,05,00,000 രൂപ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തും അടങ്ങുന്ന ഈ ഒറ്റപ്പാലം മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ P. മനോജ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S. അജിത് കുമാർ, K. ജയദേവൻ, AK ഷീലാദേവി, K. അശോക് കുമാർ, പത്മകുമാർ, ബീന എന്നിവർ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാപ്പുജി എന്ന വിസ്മയം എന്ന പേരിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പ്രശസ്ത ക്വിസ് മാസ്റ്റർ നൌഷാദ് അരീക്കോട് മത്സരത്തിന് നേതൃത്വം നൽകി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാറാക്കര VVM HSSലെ V. പ്രബിൻ പ്രകാശ്, കോളേജ് വിഭാഗത്തിൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി MV മുഹമ്മദ് ഷഹീം എന്നിവർ 1ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊട്ടുകര PPM HSSലെ TP ആദിൽ 2ാം സ്ഥാനം നേടി. പരപ്പൂർ IUHSSലെ KP യദുകൃഷ്ണ, KP കൃഷ്ണജിത്ത് എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. കോളേജ് വിഭാഗത്തിൽ മമ്പാട് MES കോളേജിലെ T. റസൽ 2ാം സ്ഥാനവും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ റുമൈസ് അലി 3ാം സ്ഥാനവും നേടി. പ്രശസ്ത ക്വിസ് മാസ്റ്റർ നൌഷാദ് അരീക്കോട് മത്സരത്തിന് നേതൃത്വം നൽകി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K. മുഹമ്മദ്, അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ് എന്നിവർ സംസാരിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 30 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു.
രണ്ടാം സ്ഥാനം റസീദ് ടി. മൂന്നാം സ്ഥാനം റുമൈസ് അലി. മുഹമ്മദ് സ്വാലിഹ് പി. ഗ്രേഡ് സെക്കൻഡ് ലിയ ഫാത്തിമ കെ. ഫാത്തിമ റാബിയ ടി. ഷിബില ഷെറിൻ ടി. CCN മലപ്പുറം. മുണ്ടക്കോട്ട് കുറിശി പാതിരികുന്നത്തുമന 2025 വർഷത്തെ നാഗകീർത്തി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 16 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന നാഗകീർത്തി പുരസ്കാരം സമ്മാനിക്കും. വേദത്തിൽ തോട്ടൻ ശിവകരൻ നമ്പൂതിരി, തന്ത്രം ഇടവലത്തെ പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട്, കലയിൽ കല്ലൂർ രാമൻകുട്ടിമാരാർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഒക്ടോബർ 16 കന്നിമാസത്തിലെ ആയില്യനാളിൽ പാതിരക്കുന്നത്തുമനയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന നാഗകീർത്തി പുരസ്കാരം സമ്മാനിക്കും. രാവിലെ 9 മണിക്ക് ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 3 വിഭാഗങ്ങളിലായി തിരിച്ച് താന്ത്രിക മേഖലയില്, വേദത്തിന്റെ മേഖലയില്, കലാസാഹിത്യ മേഖലയിൽ, ഈ 3 മേഖലകളായി തിരിച്ച് ഏറ്റവും മുതിർന്ന ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ് ആണ് നാഗകീർത്തി പുരസ്കാരം എന്ന് പറയുന്നത്. ഇവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി പ്രശസ്തി പത്രവും 15,000 രൂപയുമാണ് ഈ അവാർഡ് ചടങ്ങിൽ ഞങ്ങൾ നൽകാറുള്ളത്. ഈ വർഷത്തെ നാഗകീർത്തി പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് വേദത്തിന്റെ മേഖലയിൽ സാമവേദത്തിന്റെ ആചാര്യനായിട്ടുള്ള ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയാണ്. രണ്ടാമത് താന്ത്രിക മേഖലയിൽ തന്ത്രിയുടെ ആചാര്യനായിട്ടുള്ള ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട്, കലാമേഖലയിൽ സർവശ്രീ കല്ലൂർ രാമൻകുട്ടിമാരാർ എന്ന് 3 പ്രഗത്ഭരായ ആചാര്യന്മാരെയാണ് ഈ വർഷം നാഗകീർത്തി പുരസ്കാരം നൽകി ആദരിക്കുന്നത്. പാതിരക്കുന്നത്ത് മനയെയും നാഗാരാധനയെയും കുറിച്ച് പ്രകാശ് കുറുമാപ്പള്ളി തയ്യാറാക്കിയ പ്രകൃതിയും നീയെ പ്രാണനും നീയെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരൻ KC നാരായണൻ നിർവഹിക്കും. 25,000 രൂപ സമ്മാനിക്കുന്ന നാഗകീർത്തി സ്കോളർഷിപ്പും സമ്മേളനത്തിൽ നൽകും. ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളിയും പ്രസാദമൂട്ടും വിശേഷാൽ പൂജകളും ഉണ്ടാകും. ചെർപ്പുളശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ KM ശ്രീധരൻ, K പ്രസാദ്, അമൽ കൃഷ്ണൻ, പ്രകാശ് കുറുമാപ്പള്ളി എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ സുനിത അനുസ്മരണ ദിനം ആചരിച്ചു. 2 വർഷം മുൻപ് കടമ്പഴിപ്പുറത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിരുന്നു സുനിത. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BPC NP പ്രിയേഷ് അധ്യക്ഷനായി. KRTA ജില്ലാ പ്രസിഡന്റ് P രാഹുൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാനത്ത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സുനിതയോടുള്ള ആദരസൂചകമായി SSK DPO PS ഷാജി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഓർത്തോ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കായി LED ബൾബ് വർക്ക്ഷോപ്പ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. P അനിലയാണ് ക്ലാസിന് നേതൃത്വം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ, പഞ്ചായത്ത് അംഗം MV അനീഷ്, AEO E രാജൻ, BPC NP പ്രിയേഷ്, എബിൻ ബേബി, K രാമദാസ്, P ജസീന, PS സിമി, AV കൃഷ്ണപ്രകാശ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ദേശീയ തപാൽ ദിനം വിപുലമായി ആചരിച്ചു. ഒറ്റപ്പാലം തപാൽ ഡിവിഷൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് MG രോഹിത് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ATM കാർഡ്, പാൻ കാർഡ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. ഇതേപോലെ ബാങ്കിൽ നിന്ന് പിന്നെ കുറച്ച് സങ്കടമുള്ള കാര്യങ്ങൾ, ബാങ്കിൽ നിന്നുള്ള നോട്ടീസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പം പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ ഇതല്ലാതെ പലതരത്തിലുള്ള സർവീസുകളുണ്ട്. ഈ കത്തുകളല്ലാതെ കത്തുകൾ തന്നെ പലതരത്തിൽ കത്തുകൾ അയക്കാം. സാധാരണ കത്തയക്കാം. സാധാരണ കത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടോ, സ്റ്റാമ്പ് പൊട്ടിച്ച് ഇതുപോലുള്ള കവറിൽ 5 രൂപയുടെ സ്റ്റാമ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് കത്തുകൾ അയക്കാം. ഇതാണ് കത്തുകൾ അയക്കാനുള്ള വേറെ മാർഗങ്ങളാണ്. നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടാവും. ഇല്ലന്റ് കണ്ടിട്ടുണ്ടോ? ഇല്ലന്റ് കണ്ടിട്ടുണ്ട്. ഇല്ലന്റിന് 2.5 രൂപയുള്ളൂ. ഇതുപോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ആരൊക്കെയോ ഇതേപോലെ പോസ്റ്റ് ഓഫീസിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നു. അന്നും ഇതിന് 2.5 രൂപയായിരുന്നു. ഇപ്പോഴും ഇതിന് 2.5 രൂപയാണ്. 2.5 രൂപയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിൽ
കത്ത് എഴുതിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രധാനാധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തപാൽ വകുപ്പിന്റെ വിവിധ സേവനങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ക്ലാസുകൾ എടുത്തു. പുലാപ്പറ്റ പോസ്റ്റർ മാസ്റ്റർ അബ്ദുൾ റഹീം, ഒറ്റപ്പാലം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പി അനീഷ്, സ്കൂൾ ലീഡർ കെ ജിഷ്ണ എന്നിവർ ആശംസകൾ നേർന്നു. പി ഹർഷ തപാൽ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗം അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളായ കെ അനശ്വര, കെ നമിത എന്നിവർ ഡിജിറ്റൽ കുറിപ്പും, എൻ ദിയ, കെ ശിവനന്ദ എന്നിവർ ഡിജിറ്റൽ ആൽബവും, ആർ നിവേദ്യ, സി ആർദ്ര എന്നിവർ സ്ലൈഡ് ഷോയും അവതരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കത്തെഴുത്ത് മത്സരവും സംഘടിപ്പിച്ചു. എസ് അഖില നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇടതുപക്ഷ സർക്കാർ പിന്നോട്ടടിച്ചുവെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളന പ്രഖ്യാപന സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയ എന്നല്ലാതെ എല്ലാ രംഗത്തും ഈ 8-10 വർഷം കൊണ്ട് വാങ്ങിച്ച പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട്. അധ്യാപകരുടെ പ്രശ്നം പറയാനായിട്ട് ഹയർ സെക്കൻഡറി രംഗത്തുള്ള അധ്യാപകർ മാത്രമല്ല, എല്ലാ മേഖലകളിലും അധ്യാപകരെ ഇപ്പോൾ സേവനം എന്ന പോലെ ശമ്പളമില്ലാതെ വർക്ക് ശമ്പളമില്ലാതെ ആനുകൂല്യമില്ലാതെ എത്ര കാലം പറയുന്നത് അവർക്ക് വരുമ്പോൾ നിയമനമില്ല, നിയമനം കിട്ടിയാൽ തന്നെ സ്ഥിരതയില്ല, ആനുകൂല്യമില്ല. ഇടതുപക്ഷം പൊതുജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും നിരന്തരം ദ്രോഹിക്കുകയും അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണെന്നും ഇതിന് പ്രബുദ്ധ കേരളം മറുപടി നൽകാൻ കാത്തിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക പാക്കേജ് UDF പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. KHSTUവിന്റെ സിൽവർ ജൂബിലി സമ്മേളനം 2026 ജനുവരി 26, 27, 28 തീയതികളിൽ കോഴിക്കോട്ട് വെച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് KT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TV ഇബ്രാഹിം MLA, മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്, അഡ്വക്കേറ്റ് KNA ഖാദർ, കമാൽ വരദൂർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ S സന്തോഷ് കുമാർ സ്വാഗതവും ട്രഷറർ A അബൂബക്കർ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചും ഭാവി വികസന പ്രവർത്തനങ്ങളും ആശയങ്ങളും നിർദ്ദേശിച്ചും വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടന്നു. നടുവട്ടം വിവ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ 200-ൽ പരം ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ, വിദ്യാഭ്യാസ, ക്ഷേമ, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ പഞ്ചായത്ത് മികച്ച നേട്ടം കൈവരിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്നുള്ള പ്രവർത്തനം നടന്നതുകൊണ്ടും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെട്ടതുകൊണ്ടും കൂടിയാണ് വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിന് പുരോഗമനം പ്രാപ്തമാക്കാൻ സാധിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ അവതരിപ്പിച്ചു. തുടർന്ന് ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും രൂപീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചയും നടന്നു. വികസന സദസ്സിന്റെ ഭാഗമായി K-സ്മാർട്ട് ക്ലിനിക്കും നടന്നു. K-സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നതോടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും K-സ്മാർട്ട് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കും. CCN മലപ്പുറം. പെരിന്തൽമണ്ണ ഒടമലയിലെ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ ബഹുജന റാലിയും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. ഒടമല പരിയാപുരത്ത് നിന്ന് ആരംഭിച്ച റാലി റസാഖ് ഫൈസി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു.
ഒഡമലയിലെ വിവിധ ഭാഗങ്ങളിൽ റാലി നടന്നു. പാലസ്തീൻ ഫ്ളാഗും ഐക്യദാർഢ്യ പ്ലക്കാർഡുകളും തീപ്പന്തവും ഏന്തി നൂറുകണക്കിന് ആളുകൾ റാലിയിൽ അണിനിരന്നു. സമാപന പ്രാർത്ഥനാ സംഗമം മഹല്ല് മുദരീസ് ഷെരീഫ് ഫൈസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു. സുധീർ വി അധ്യക്ഷനായി. മഹല്ല് ജനറൽ സെക്രട്ടറി അഷ്റഫ് മൗലവി പ്രമേയ പ്രഭാഷണം നടത്തി. ഫാത്തിമ ദിയ പുളിക്കാടൻ പാലസ്തീൻ ഐക്യദാർഢ്യ ഗാനം ആലപിച്ചു. ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ എന്ന തീരും ഈ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ. ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട് തക്കുവ കൊണ്ട് നേടിടുവേ ഫാസിസം കരയുമെന്ന്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ലോഡ്ജിൽ മുറി നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരനെ സംഘം ചേർന്ന് കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈപ്പാസ് റോഡിലെ ലോഡ്ജിലാണ് സംഭവം. കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രതി ഒളിവിലാണ്. സർക്കാർ തനതു വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച കൈവരിച്ചതായി മന്ത്രി MP രാജേഷ്. തളവറ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തളവറയെ അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായും പ്രഖ്യാപിച്ചു. മുനമ്പം വഖഫ് സ്വത്ത് വഖഫ് ഭൂമിയായി നിലനിൽക്കില്ല എന്ന ഹൈക്കോടതി നിരീക്ഷണം മുൻവിധിയോടെയുള്ളതാണ് എന്ന് PDP വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ. ഫാറൂഖ് കോളേജിനായി വഖഫ് ചെയ്ത ഭൂമി അന്യാധീനപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒഴിയാനാകില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ചെത്തല്ലൂർ മുറിയൻകണ്ണി പാലത്തിലെ തെരുവിളക്കുകൾ രാപ്പകൽ ഭേദമന്യേ കത്തിക്കൊണ്ടിരിക്കുന്നത് വൻ വൈദ്യുതി നഷ്ടത്തിന് കാരണമാകുന്നു. പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള 5-ലധികം തൂണുകളിലെ ബൾബുകളാണ് തുടർച്ചയായി കത്തുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.